ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നിങ്ങൾക്കറിയാം നമ്മുടെ ഫോണിലേക്ക് ഡെയിലി ഇഷ്ടം പോലെ പ്രൊമോഷൻസ് കോളും അതുപോലെ തന്നെ കോൾ സെൻറ്ററിൽ നിന്ന് കോളും ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് പറഞ്ഞാൽ കുറേ ഫൈനാൻഷ്യൽ ഫ്രോഡ് കോളുകളും അങ്ങനെ ഇഷ്ടം പോലെ ഫ്രോഡ് കോൾസുകളും പ്രൊമോഷണൽ കോഡുകളൊക്കെ നമുക്ക് വരാറുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് തന്നെ സുഖമായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളൂ. എല്ലാ നമ്പറും വരുന്നതൊന്നും ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്ന ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഈ സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് DND സർവീസ് എന്നൊരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡോണ്ട് ഡിസ്റ്റർബ് സർവീസ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇതുപോലത്തെ കോൾസും സംഭവമൊന്നും വരില്ല. 99% ഫിൽട്ടർ ചെയ്യാൻ നമുക്ക്, അതായത് 99% ഇതുപോലത്തെ കോൾസും സംഭവമൊന്നും വരില്ല. നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ എയർടെലും ജിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവർ ആപ്പ് ത്രൂ തന്നെ സുഖമായിട്ട് എനേബിൾ ചെയ്യാവുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജിയോ ആണ്. ഇപ്പോൾ ജിയോയിൽ നമുക്ക് മൈ ജിയോ ആപ്പിൽ പോയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സംഭവം എനേബിൾ ചെയ്ത് യൂസ് ചെയ്യാം. ഡിസേബിൾ അല്ല, നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ഇന്ന് ഒരു ദിവസമായിട്ട് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 24 മണിക്കൂർ ഒരു ടൈം പറയും അത് കറക്റ്റായിട്ട് ഫുള്ളി ആക്ടിവേറ്റ് ആവാൻ. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ തന്നെ മൈ ജിയോ ആപ്പിലേക്ക് പോവുക. മൈ ജിയോ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. മൈ ജിയോ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, അതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ എൻ്റെ നമ്പറും ബാക്കിയുള്ള ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇടാം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഹോം പേജ് പോകുമ്പോൾ നമുക്ക് മൈ ജിയോൻ്റെ ഹോം പേജ് നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അതിൽ തന്നെ നമുക്ക് മുകളിൽ ഡയറക്റ്റായിട്ട് നമുക്ക് താഴെയായിട്ട് മെനു സെക്ഷൻ ഉണ്ട്. മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം പ്രൊഫൈൽ ആൻഡ് സെറ്റിംഗ്സ് ആയിട്ട് കാണാം. അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പ്രൊഫൈൽ ആൻഡ് സെറ്റിംഗ്സിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് സർവീസ് സെറ്റിംഗ്സിലാണ്. സർവീസ് സെറ്റിംഗ്സിൽ ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് കാണാം. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു പേജ് വരും. ലോഡാവട്ടെ. ലോഡ് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ അതൊന്നും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സെറ്റ് പ്രിഫറൻസ് എന്നൊരു സംഭവം കാണാം. അതിൽ ഫുള്ളി ബ്ലോക്ക് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മെസ്സേജസ് വന്ന മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക സുഖമായിട്ട് തന്നെ നമുക്ക് DND സർവീസ് നമുക്ക് എനേബിൾ ചെയ്ത് വെക്കാം. ഇത് എയർടെല്ലും മറ്റും എയർടെല്ലിലും മൈ താങ്ക്സ് ആപ്പിൽ കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് DND സർവീസ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. എല്ലാം സെയിം സ്റ്റെപ്സും സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എയർടെല്ലിനെ കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എയർടെല്ലിൻ്റെ നമ്മുടെ മൈ താങ്ക്സ് ആപ്പ് പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് അതിൽ പ്രൊഫൈൽ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ DND സെറ്റിംഗ്സ് കാണാം കേട്ടോ. അത് ആക്ടിവേറ്റ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ആപ്പ് പോയിട്ട് DND എന്ന് സെർച്ച് ചെയ്താലും കിട്ടും. അപ്പോൾ ഇതാണ് നോർമൽ സംഭവങ്ങൾ. പിന്നെ ഐഡിയ പിന്നെ അധികം ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഐഡിയ അല്ലെങ്കിൽ വി എന്ന് പറയുന്ന സംഭവം അതിൻ്റെയും ആപ്പിൽ സെയിം പർപ്പസ് സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഈ 3 ഉണ്ട്. പക്ഷേ മറ്റേലധികം യൂസേഴ്സ് സംഭവമൊക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോൾ ഇതുപോലെ സംഭവങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ വരുന്ന ഫ്രോഡ് കോൾസുകൾ ഒരു പരിധി അല്ല അതിൻ്റെ മുകളിൽ വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രോഡിൽ വരുന്ന പരിപാടി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ശരിക്കും DND സർവീസ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ DND സർവീസ് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. എന്ന് വെച്ചാൽ കുറേ പേര് ഇതിനെക്കുറിച്ച് അറിയില്ല, കുറേ പേര് ഇത് എനേബിൾ ചെയ്ത് വെച്ചിട്ടില്ല. ഇതിന് എക്സ്ട്രാ ചാർജും സംഭവമൊന്നുമില്ല. ഇത് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ശരിക്കും ആക്ച്വലി എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ പ്രൊമോഷണൽ കോൾസ് കോൾസ് ഒന്നും വരാൻ പാടില്ല എന്നാണ് നിയമം. അതുപോലെ വന്നാൽ തന്നെ നമുക്ക് അവരുടെ ഇപ്പോൾ ജിയോയിലാണെങ്കിൽ അതിൽ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ആ നമ്പർ വന്ന നമ്പർ കൊടുത്തിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ നമുക്ക് അതിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് ആ പ്രൊഫൈൽ സെറ്റിംഗിൽ നിന്ന് വരുന്ന തപ്പിയാൽ മതി. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുത്ത പോലെ തന്നെ അതിൽ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. തപ്പിയാൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇത് എല്ലാവരും എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഫ്രോഡിൽ പെടാനുള്ള ചാൻസുകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ഈ ശല്യം വരുന്ന കോളുകൾ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം. ഒരു 90% വരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ. ലിങ്ക് അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.